നമ്മുടെ കുഞ്ഞാൻ പാണ്ടിക്കാട് അല്ലെങ്കിൽ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഉമ്മ കഴിഞ്ഞ ദിവസം മരിച്ചു. അത് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കുറേ പേർക്ക് അത് ഇഷ്ടപ്പെടുമായിരിക്കും, കുറേ പേർക്ക് ഇഷ്ടപ്പെടാതിരിക്കുമായിരിക്കും. അത് എനിക്ക് എൻ്റെ വിഷയമല്ല. പക്ഷേ മരിച്ചത് ഒരാളിൻ്റെ ഉമ്മയാണ്. ആ ഉമ്മയുടെ ആ മയ്യത്ത് എടുക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ പറ്റിയിട്ട് വീഡിയോ ഇട്ടിട്ട് ഒരുപാട് പേര് ആ ഒരു പാണ്ടിക്കാട് കുഞ്ഞാൻ എങ്ങനെ വീഡിയോ ചെയ്യുന്നെന്നോ എങ്ങനെ വീഡിയോ ചെയ്യുന്നില്ല എന്നോ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ ഉൾപ്പെടുത്തുന്നെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈഫിനെ വീഡിയോയിൽ കാണിക്കുന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റിയ ഒരു സാഹചര്യം അല്ല അത്. അതൊരു ഉമ്മയാണ്, അദ്ദേഹത്തിൻ്റെ ഉമ്മ മരിച്ച സമയമാണ്. അപ്പോൾ യൂട്യൂബിനകത്ത് ഇങ്ങനെയും തമ്പനയിലുകൾ ഇട്ടിട്ട് ഇങ്ങനെ ആ ഒരു മരണം ആഘോഷിക്കുന്ന ഒരു കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോകളും ഇങ്ങനെ കുറേ പോസ്റ്റുകൾ ഞാൻ കാണാനിടയായത്. അപ്പോൾ എനിക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ആ ഉമ്മ മരിച്ചിട്ട് സമയത്തോട് സമയം ആവുന്നതിന് മുമ്പേ ആ ഉമ്മയുടെ മകനുള്ള ശിക്ഷയാണോ, അല്ലെങ്കിൽ ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള കുറേ മതപണ്ഡിതന്മാരും ഇത്രയൊക്കെ അറിയാവുന്ന യൂട്യൂബർമാരും ഇങ്ങനെയൊക്കെ കടിപിടി കൂടി ഇങ്ങനെ പോസ്റ്റുകൾ ഇട്ട് തമ്പനയിലുകൾ ഇട്ട്, പക്ഷെ അതിനകത്ത് കയറി നോക്കുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ മതപണ്ഡിതന്മാരെ അങ്ങനെയല്ല പറയുന്നതെങ്കിലും പക്ഷേ ആ ഉമ്മ അതൊരു മൃതശരീരമാണ്. അത് ചിതയിലേക്ക് അല്ലെങ്കിൽ പള്ളിയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെയുള്ള വീഡിയോകളും ഇതുപോലുള്ള തമ്പനയിലുകളും ഇട്ട് ആ മൃതശരീരത്തോട് കാണിക്കുന്ന അവഗണനയായിട്ടാണ് തോന്നുന്നത്. അദ്ദേഹം ഫാമിലിയായിട്ട് വീഡിയോ ചെയ്യുകയോ അല്ലെങ്കിൽ ഭാര്യയെ കാണിച്ച് വീഡിയോ ചെയ്യുകയോ, ഭർത്താവിനും ഭാര്യയ്ക്കും ഇല്ലാത്ത വിഷമം അത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യുന്നതിന് എന്താണ് കുഴപ്പം? അങ്ങനെ അത് അവർ ചെയ്തോട്ടെന്ന് വെക്കണം. പക്ഷേ ഈ ഒരു മൃതശരീരം അല്ലെങ്കിൽ ആ ഉമ്മ മരിച്ചപ്പോഴല്ല അതിൻ്റെ ആ ഒരു വാശിയും വൈരാഗ്യവും തീർക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പോസ്റ്റുകൾ ഇട്ട് കമൻറ്റുകൾ ഇട്ടും അല്ല അങ്ങനെ ഒരു വൈരാഗ്യം തീർക്കുന്നത്. കുറേ പോസ്റ്റുകളും കുറേ തമ്പനയിലും കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമം തോന്നി. ആ ഉമ്മ മരിച്ചിട്ട് എല്ലാവരോടും ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടതും. അതുപോലെ മതപണ്ഡിതന്മാർ, ഇത്രയൊക്കെ അറിവുള്ള മതപണ്ഡിതന്മാരാണ് ഇതുപോലെ തമ്പനയിലുകളൊക്കെ ഇട്ടിട്ട് ഇതുപോലെ അത് പറയുന്നത് അങ്ങനെയല്ല എങ്കിലും പക്ഷേ ആ തമ്പനയിൽ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹം ചെയ്തതിൻ്റെ ശിക്ഷയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പോസ്റ്റ് ഇടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിഷമവും സങ്കടവും വരുന്ന സാഹചര്യമാണ്. പക്ഷേ ആ ഒരു മൃതശരീരത്തോട് ഇത്രയും അനാദരവ് കാണിക്കണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉമ്മ മരിച്ചിട്ട് ഒരു ദിവസം ആയിട്ടേ ഉള്ളൂ. ഉമ്മയുടെ ആ ഒരു മരണം കൊണ്ട് തന്നെ തമ്പനയിലാക്കിക്കൊണ്ട് എത്രയോ പേര് എത്രയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തെന്നറിയാമോ? ഒരു ഉമ്മയാണ് മരിച്ചേക്കുന്നത്. അദ്ദേഹം എന്തു വേണേലും കാണിച്ചോട്ടെ, പറഞ്ഞോട്ടെ, ചെയ്തോട്ടെ. പക്ഷെ ആ ഒരു ഉമ്മയുടെ ആ ശരീരം മറവ് ചെയ്യുന്നതിന് മുമ്പേ ഇങ്ങനെയുള്ള വിവാദങ്ങൾ പടർത്തിയിട്ട് തമ്പനയിലുകളും വെച്ചിട്ടൊരു മോശമായ രീതിയിലുള്ള വീഡിയോകൾ ചെയ്യുന്നത് എന്തിനാണ്? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വീഡിയോയിൽ കാണിച്ചിട്ട് വീഡിയോകൾ ചെയ്യുന്നു എന്നാണ് പൊതുവെയുള്ള മതപണ്ഡിതന്മാർ പറയുന്നതും. കുഞ്ഞാൻ പാണ്ടിക്കാടിനെ വിമർശിച്ചിട്ട് വീഡിയോകൾ ചെയ്യുന്നതും അത് തന്നെയാണ്. ഭാര്യയ്ക്ക് അതിനകത്ത് എതിർപ്പില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് ചെയ്യുന്നതിൽ ഒരു കുഴപ്പവും കാണുന്നില്ല. അതിനകത്ത് മതം കുത്തിക്കയറ്റേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു ഉമ്മ മരിച്ചിട്ട് നേരത്തോട് നേരം ആവുന്നതിന് മുമ്പേ ആ ഒരു കാര്യം വെച്ചിട്ട് ഇങ്ങനെ യൂട്യൂബിൽ കിടന്ന് കടിപിടി കൂടുന്ന എന്തിനെന്ന് ചോദിച്ചാൽ അറിയില്ല. എന്നാലും ഞാനന്ന് പറയുകയാണ്, ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഇതുപോലുള്ള പണ്ഡിതന്മാർ കുറേയൊക്കെ ഒന്ന് യൂട്യൂബിൽ വീഡിയോകൾ ഇട്ട് ഇങ്ങനെ കടിപിടി കൂടേണ്ട ആവശ്യമുണ്ടോ? ആ നേരത്തിന് ആ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുള്ളതിന് മകൻ വീഡിയോകൾ ഇടുന്നതും അമ്മ മരിക്കുന്നതുമായിട്ട് എന്ത് ബന്ധമെന്ന് ആലോചനയൊക്കെ എനിക്കത് മനസ്സിലാവുന്നില്ല. ആ ഒരു ഉമ്മ മരിച്ചിട്ട് അതിന് ശവദാഹം കഴിയാൻ പോലും കാത്തു നിൽക്കാതെ ആ ഉമ്മയുടെ പേരിൽ ഇങ്ങനെയും വീഡിയോകൾ ഇട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള തമ്പനയിലുകൾ വെച്ചിട്ട് വീഡിയോകൾ ചെയ്യാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും. കുഞ്ഞാൻ പാണ്ടിക്കാട് എന്ന് പറയുന്ന ആള് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ട ആ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ, ഉമ്മയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ആ ഒരു ഫോട്ടോയിൽ ഒരു മനുഷ്യർ പോലും ഇല്ല കുഞ്ഞാന് തള്ളി പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടവർ. എല്ലാവരും ഉമ്മയുടെ ശരീരത്തിന് നിത്യശാന്തി കിട്ടണമെന്നും പറഞ്ഞിട്ടുള്ള പ്രാർത്ഥിച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ് ഞാൻ ഏറെയും കണ്ടത്. ഇപ്പോൾ മതപണ്ഡിതന്മാരെ എന്തെങ്കിലും പറഞ്ഞിട്ടാണ് ആ ഉമ്മയ്ക്ക് അങ്ങനെ വന്നത് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതും നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള മതപണ്ഡിതന്മാരാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള തമ്പനയിലുകൾ ഇട്ടാണ് മനുഷ്യനെ വഴിതെറ്റുന്നത്. പക്ഷെ അത് നമ്മൾ കയറി നോക്കുമ്പോൾ അതിനകത്ത് അങ്ങനെയൊന്നും അല്ല പറഞ്ഞേക്കുന്നത്.
എല്ലായിടത്തും കുഞ്ഞാൻ പാണ്ടിക്കാടിൻ്റെ മരിച്ച ഉമ്മായെ തന്നെ വിമർശിച്ചുകൊണ്ടാണ്, അവൻ അങ്ങനെ മതപണ്ഡിതന്മാരെ പറഞ്ഞതുകൊണ്ടാണ് ഉമ്മാക്ക് ഈ ഗതി വന്നതെന്ന് പറഞ്ഞിട്ട് തമ്പനയിൽ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആ ശരീരത്തോട് അല്ലെങ്കിൽ ആ ഉമ്മയോടെങ്കിലും കുറച്ച് നീതി പുലർത്തിക്കൂടെ?